വിശദമായ വാർത്തകളിലേക്ക്. KSU പരിശീലന ക്യാമ്പിൽ കൂട്ടത്തല്ല്. KSU തെക്കൻ മേഖലാ ക്യാമ്പിലാണ് തമ്മിലടി. KPCC നേതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിലേക്ക് വഴിവെച്ചത്. സംഭവത്തിൽ KPCC അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. 3 അംഗ സമിതിയാണ് ഈ അന്വേഷണ കമ്മീഷനിലുള്ളത്. കൈരളി വാർത്തയെ തുടർന്ന് ക്യാമ്പ് നിർത്തിവെക്കാനും നിർദ്ദേശമുണ്ട്. KPCCയുടെ തന്നെയാണ് നിർദ്ദേശം. നൃപൻ ചക്രവർത്തി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നൃപൻ, ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് ഈ ഒരു വാർത്തയെ തള്ളിക്കളഞ്ഞിട്ടില്ല. വാർത്ത സ്ഥിരീകരിച്ച് തന്നെയാണ് VD സതീശൻ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. സംസ്ഥാന സമിതി വരെ പിരിച്ചുവിടേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് VD സതീശൻ പറഞ്ഞു വെക്കുന്നു. എന്തായിരുന്നു സംഭവം? വിശദാംശങ്ങൾ. വിനിഷ, വളരെ മോശം ഈ കളങ്കമാണ് KSU സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ പറഞ്ഞ KSUവിൻ്റെ ഒരു സംസ്ഥാന പഠന ക്യാമ്പിനകത്ത് നേതാക്കൾ തമ്മിൽ തല്ലുന്നു, വലിയ ഗുരുതരമായ പരിക്ക് തന്നെ ഉണ്ടാകുന്നു. KPCC നേതൃത്വം തന്നെ പ്രത്യേക അന്വേഷണ കമ്മീഷനെ വെച്ചു. കമ്മീഷൻ അവിടെ പോയി തെളിവെടുപ്പ് നടത്തുന്നു എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. നമ്മളിപ്പോൾ ക്യാമ്പ് നടന്ന രാജീവ് ഗാന്ധി ഹാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വഴിമധ്യത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരോട് സംസാരിക്കുന്നത്. വലിയ തരത്തിലുള്ള സംഘർഷമുണ്ടായി 2 നേതാക്കൾ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായി ഇനി വാർത്ത നിഷേധിക്കാൻ കോൺഗ്രസിൻ്റെയോ KSUവിൻ്റെ നേതൃത്വത്തിന് കഴിയില്ല എന്ന് തന്നെയാണ് വസ്തുത. അതുതന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. സംഭവം നടന്നു, നേതാക്കൾ ഈ മദ്യപിച്ചിട്ടാണോ ഇങ്ങനെ തമ്മിലടിച്ചത്, കൂട്ടത്തിലുണ്ടായത് എന്ന കാര്യത്തെ സംബന്ധിച്ച് തനിക്ക് ഈ ഘട്ടത്തിൽ സ്ഥിരീകരണമില്ല എന്നതാണ് VD സതീശൻ പറഞ്ഞത്. പക്ഷേ KPCC അധ്യക്ഷൻ സംഭവം കൈരളി വാർത്ത വിഷ്വൽ സഹിതം ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടെ തന്നെ KPCC അധ്യക്ഷനാണ് കമ്മീഷനെ നിയോഗിച്ചത്. ആ കമ്മീഷൻ KPCC ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള പഴകുളം മധു, MM നസീർ, ദളിത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് AK ശശി എന്നിവർ 3 പേരാണ് കമ്മീഷൻ അംഗങ്ങൾ. അവരിൽ MM നസീറും AK ശശിയും ഇപ്പോൾ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ഈ സംഭവത്തിന് ദൃക്സാക്ഷി ആയിട്ടുള്ള KSU പ്രവർത്തകർ അവിടെ തന്നെ ഉണ്ട്. പരിക്കേറ്റവരാണ് ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുള്ള 2 പേർ. ബാക്കി പ്രധാനപ്പെട്ട പ്രവർത്തകരൊക്കെ തന്നെ അവിടെ സംഭവ സ്ഥലത്ത് ഉള്ളതുകൊണ്ട് ഈ സംഭവത്തിൽ എങ്ങനെയാണ് പ്രശ്നം ഉണ്ടായതെന്നും ഏത് തരത്തിലുള്ള പ്രകോപനമാണ് അക്രമത്തിലേക്ക് നീങ്ങിയത് എന്ന കാര്യത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് വൈകിട്ട് തന്നെ പഴകുളം മധു അധ്യക്ഷനായിട്ടുള്ള ഈ കമ്മീഷൻ ഇന്ന് വൈകിട്ട് തന്നെ KPCC അധ്യക്ഷൻ നേരിട്ട് റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള അലോഷ്യസ് സേവ്യർ അല്പനിമിഷങ്ങൾക്ക് തന്നെ മാധ്യമങ്ങളെ കാണാം എന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണവും വരും. വലിയ തരത്തിലുള്ള കളങ്കമാണ് KSUവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. കാരണം പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ ഉദ്ഘാടനം ചെയ്ത ഒരു KSUവിൻ്റെ സംസ്ഥാന പഠന ക്യാമ്പിൽ നേതാക്കൾ തമ്മിൽ തല്ലുന്നു, ഗുരുതരമായ പരിക്ക് സംസ്ഥാന ഭാരവാഹികൾക്ക് വരുന്നു. മദ്യപിച്ചാണ് ഈ തരത്തിലുള്ള ലഹരി ഉപയോഗിച്ച ശേഷമാണ് തമ്മിത്തല്ലിലേക്ക് പോയത് എന്നതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കളൊന്നും ഇത് നിഷേധിക്കുന്നില്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്ന പരിശോധനയാണ് നടത്തുന്നത്. ആ പരിശോധനയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കർശന നടപടി ഉണ്ടാകുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കഴിഞ്ഞ ദിവസം ഈ സംഘർഷം ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ VD സതീശനെ സംസ്ഥാന പ്രസിഡന്റ് അലോഷി ബന്ധപ്പെട്ട് ഫോണിൽ സംസാരിച്ചത് അവിടുത്തെ വേദിയിലുണ്ടായിരുന്ന മൈക്കിൽ VD സതീശൻ ഈ പ്രവർത്തകരോട് തമ്മിൽ തന്നിരുന്ന പ്രവർത്തകരോട് സംസാരിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. അദ്ദേഹം പറഞ്ഞു, ഈ പ്രശ്നങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ പറഞ്ഞ പഠന ക്യാമ്പിന് ശേഷം നമുക്ക് പരിഹരിക്കാം. ഇനിയും ഈ സംഘർഷം തുടർന്നാൽ ഈ KSUവിൻ്റെ സംസ്ഥാന കമ്മിറ്റി തന്നെ പിരിച്ചുവിടുന്ന കാര്യം KPCC ആലോചിക്കേണ്ടി വരും എന്ന തരത്തിലുള്ള താക്കീതും VD സതീശൻ നൽകിയിരുന്നു. എന്നിട്ടും സംഘർഷം അയഞ്ഞില്ല. വലിയ തരത്തിലുള്ള ബഹളത്തെ തുടർന്ന് രാജീവ് ഗാന്ധി ഹാളിൻ്റെ പരിസരത്തുള്ള നാട്ടുകാരടക്കം ഓടിക്കൂടിയിരുന്നു. അവർ ഇടപെട്ടതിന് ശേഷമാണ് സംഘർഷത്തിന് അയവ് വന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിനിഷ. ശരി നൃപൻ.